ശരി, അപ്പോൾ ഇന്ന് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമുണ്ട് ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ. അവലോകന യോഗമാണ് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി പ്രകാരമാണ് യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഒരിക്കൽ കൂടി സഫാനിലേക്ക് തന്നെയാണ് പോകുന്നത് വിവരങ്ങൾക്കായി. സഫാൻ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും യോഗം വിളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടെ യോഗം വിളിക്കുമ്പോൾ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചയാവുക. അതേ ജിൽസി, ഈ തിരക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീതിതമായ വാർത്തകളായിരുന്നു ശബരിമലയിൽ നിന്ന് വന്നത്. സർക്കാരിന് ഇത്തരത്തിൽ നേരിട്ട് ഇടപെടാൻ പരിമിതി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടുള്ള പരിമിതികളാണ് അതിലുണ്ടായിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും അനുമതി തേടി മന്ത്രി തന്നെ ഇന്നലെ ശബരിമലയിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ മന്ത്രി ശബരിമലയിലെത്തി സന്ദർശനം നടത്തുകയും അവിടുത്തെ പ്രാഥമികമായ ഒരു വിലയിരുത്തലുകൾ നടത്തിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇന്ന് 10:30 പമ്പയിൽ വെച്ച് ഇത്തരത്തിലൊരു അവലോകന യോഗം നടക്കുമെന്നാണ് കരുതുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ്, ഈ സുരക്ഷാ ചുമതലയുള്ള മറ്റ് ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ടും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ സർക്കാരിൻ്റെ ഭാഗം അറിയിക്കും. ആ അർത്ഥത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി ഏതായാലും ശബരിമലയിലുണ്ട്. 10 മണിയോടുകൂടി സന്നിധാനത്തെത്തി പമ്പയിൽ വെച്ച് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശബരിമലയിലെ ഈ തിരക്കുമായി ബന്ധപ്പെട്ടും അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും പ്രത്യേക അനുമതി വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും കോടതിയുടെയും പ്രത്യേക അനുമതി നേടിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ തിരക്ക് ഒക്കെ കൂടിയ സാഹചര്യത്തിൽ, ഭീതിതമായ വാർത്തകൾ അവിടുന്ന് വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ച് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത്. ഇൽസി നൗഫൽ.